ഗൺമാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാനിച്ച് നടത്തിയ ഇടപെടലിനെ വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ച് വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുക. എന്തൊക്കെ രീതിയിലെ പ്രചരണം നടത്തുന്നത്? മറുവശത്ത് നോക്കൂ, ഒരു നിരപരാധിയായ മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാളെ പിടിച്ച് DCC മെമ്പറാക്കി. എന്താ ഇവർക്ക് പറയാനുള്ളത്? ഇന്ന് ആ കൊലപാതകി പോസ്റ്റ് എന്താ പോസ്റ്റ് ഇട്ടത്? മുൻ KPCC പ്രസിഡന്റിനും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനും ഒക്കെ നന്ദി അറിയിച്ചു. ഇത് ഈ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളെ കാണിക്കുന്നതിന് ഉള്ള ഒരു അവസരം കൂടി തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് ഇതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇദ്ദേഹത്തെ നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുത്താനും ഇതിന് മതി കാണിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ഗൺമാന്മാരുടെ ലിസ്റ്റിലും നമ്മൾ കണ്ടു. എന്താണ്? RSSകാർ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായവരെ ഒക്കെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇവരുടെ ഗൺമാന്മാരുടെ പട്ടിക വരുന്നത്. വരട്ടെ, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇതിപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതിന് കൂടി നമുക്ക് നോക്കാം എന്നുള്ളതാണ് പറയാൻ. പ്രൊമോഷൻ കൊടുക്കുന്ന സാഹചര്യമില്ല. ഇനിയിപ്പോൾ ഒരുപക്ഷെ നാളെ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി നിയമിച്ചാലും ഉപപ്പെടേണ്ടതില്ല. എന്താ കാരണം പറയാം? ഇതാണ് നോക്കൂ നിങ്ങൾ, ഒരു കോൺഗ്രസുകാരനായ അച്ഛൻ്റെ രാജേന്ദ്രൻ്റെ മകൻ ധീരജ്, മിടുക്കനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെടും. ആ ക്യാമ്പസിൽ പഠിക്കാത്ത, ആ ക്യാമ്പസുമായി ബന്ധമില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ പുറത്തുനിന്ന് വന്ന് കുത്തി കൊലപ്പെടുത്തുക. ആ കേസിലെ മുഖ്യപ്രതി യൂത്ത് കോൺഗ്രസ്സുകാരൻ നിഖിൽ പൈലി. ആദ്യം ഇവർ യൂത്ത് കോൺഗ്രസിൽ പ്രൊമോഷൻ കൊടുക്കും, ഇപ്പോൾ DCCയിൽ പ്രൊമോഷൻ കൊടുക്കും. നാളെ ഇവരെന്ത് ചെയ്യും?